അങ്ങനെ എടുക്കരുത്. ഇങ്ങനെയാണ് ഷവർമ വരുന്നത്. ഈ രണ്ട് സോസും കൂടി നല്ല രസമുണ്ട്. മൈനൂസും ഇതിന്റെ പേരെന്താന്ന് മയോണൈസ്. മൈനേഴ്സ് ഒന്നും ചെയ്യില്ല. ഷവർമയ്ക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സോസുകൾ ഉപയോഗിക്കുന്ന ഒരു ഷോപ്പാണ് ലാ ഷവർമ. ഇവിടെ സാധാരണ മയോണൈസ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ MG റോഡിൽ തൃശ്ശൂർ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. ഞാൻ മുംതാസ് മോമോസ് വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാ ഷവർമയിൽ വന്നിരിക്കുക. അവരിതേ കുനാഫ ഓർഡർ കൊടുക്കാൻ പോകും. അതെ, അവിടെയാണ് കുനാഫയുടെ ഷോപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗഡു എന്നുള്ള ഒരു നിലയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസസും പൈനാപ്പിൾ ലൈമും വന്നു. ഓക്കെ, നല്ല തിക്ക് സോസും പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രഞ്ച് ഫ്രൈസസിൻ്റെ മുകളിലും സോസ് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട എനിക്ക് തരാണ്ടിരുന്ന് കഴിക്കാനുണ്ടെന്നോ 3 ഫലാഫൽ. ലാ ഫലാഫൽ 100 rupees. പിന്നെ സ്പൈസി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 10 rupees. പിന്നെ മിൽ ഇസ്ലാസ് അത് 2 വെജാ അല്ല നോണ്. അതാണ് നമുക്ക് സോറി ഇത് വെജ് ദാഹക്കാട്. ഇത് മില്ല് ഇസ്ലാസ് 2 ചിക്കൻ 150 രൂപ. അതിനും സ്പൈസി കൂട്ടിയിട്ടുണ്ട്, ചീസ് 2 കൂട്ടിയിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഒരു 4 ആഴ്ചക്കുള്ള ഡയറ്റായി. അടിപൊളിയായില്ലേ? 2 ദിവസം പട്ടി എടുത്താ പോരെ? ഞാൻ പട്ടി കിടന്നു തന്നെ. കിറ്റ്കാറ്റ് കുനാഫ. ഏതാ? സ്മോൾ അല്ലേ? സ്മോൾ ഓർഡർ ചെയ്തില്ല, ലാർജ് ഓർഡർ ചെയ്തിട്ടില്ല. സ്മോൾ അല്ലേ? ആ സ്മോള്. എങ്ങനെയുണ്ട് നിങ്ങളുടെ തൃശ്ശൂരുകാരുടെ റെസ്പോൺസ്? തൃശ്ശൂരുകാർക്ക് കുനാഫ് ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ, അതായത് എങ്ങനത്തെ ഫാമിലി ആണോ കൂടുതൽ വരുന്നത്, യങ്സ്റ്റേഴ്സ് ആണോ കൂടുതൽ വരുന്നത്? അവരാണ് കൂടുതലും ട്രൈ ചെയ്ത് പോകുന്ന ആൾക്കാർ. ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ, ഫാമിലി അങ്ങനെ റിലേഷൻ വഴി അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ അല്ലേ? ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് കിറ്റ്കാറ്റ് കുനാഫ. അതിലെന്താ സ്പെഷ്യാലിറ്റി? കിറ്റ്കാറ്റ് ആണോ? കിറ്റ്കാറ്റ് കൂടാതെ കിറ്റ്കാറ്റ് ഉള്ളിൽ നമ്മൾ ക്രഞ്ച് ചെയ്തിട്ടുണ്ട്. കിറ്റ്കാറ്റ് കൂടാതെ ക്രീം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ കുനാഫ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ട് കിറ്റ്കാറ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കിറ്റ്കാറ്റ് കുനാഫ. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ട്രൈ ചെയ്യാം. താങ്ക് യു. ലാ ഷവർമയിൽ വരുമ്പോൾ ഇവിടെ സെൽഫ് സർവീസാണ്. അവിടുത്തെ ആ ഒരു സ്ക്രീനിൽ നമ്മുടെ ബിൽ നമ്പർ വരും. പോയി മേടിക്കാം. പോയി മേടിക്കും മകളെ, പോയി മേടിക്കും. 5.8 നമ്മുടെ ബില്ലായി. ഇതാ വരുന്നു. എവിടെ ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസസ്? അപ്പൊ ഇതാണ് പാക്കിങ്. ഇത് രണ്ടും നമ്മുടെ. ഇതെങ്ങനെ തിരിച്ചറിയാം? അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏതാണ് ചൂസ് ചെയ്തതെന്നുള്ളത്. ഓക്കെ. എന്ന് പറഞ്ഞ സംഭവമല്ല, ഓപ്പൺ ചെയ്യല് കഴിഞ്ഞു. ഭയങ്കര കാര്യപ്പെട്ടിട്ടാണ് അവള് പൊളിച്ചോണ്ടിരിക്കുന്നത്. ഇത്ര പാടുണ്ട് അത് പൊളിക്കാൻ. A few moments later. ഇന്നങ്ങാനാവോ? കടിക്കൂ. മാസ്ക് വെച്ചിട്ടാണോ കടിക്കാൻ പോണേ? യെസ്. എങ്ങനെയുണ്ട് റൊട്ടി? ഫില്ലിങ്സ് എത്തട്ടെ വേഗം ആയിക്കോട്ടെ. എനിക്ക് എന്നിട്ട് വേണം കഴിക്കാൻ. നല്ല സോസിയായിട്ടുണ്ട്. കാണിക്കൂ.
യുവർ ഒപ്പീനിയൻ? വെറൈറ്റി ഉണ്ട്, സാധാരണ വെറൈറ്റി. പറയൂ. അത്യാവശ്യമായിരുന്നു അറിയാനുള്ളതുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? Come on, Chidima, you can do it. ശരിയാ അല്ലേ? അത് ഒറ്റയടിക്ക് പോണില്ല. വേണം 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 വേണം. അയ്യോ, എന്നോടുള്ള ദേഷ്യാണോ നിൽക്കണേ? അങ്ങനെ എടുക്കരുത്. ഇങ്ങനെയാണ് ഷവർമ്മ വരുന്നത്. ഉണ്ടോ? ഇത്രയും വലുപ്പം വരുന്നത് ഏകദേശം എൻ്റെ ഫാമിൻ്റെ അത്ര. ഇനി നമുക്ക് കഴിച്ചു. പേപ്പറോടുകൂടി കളിക്കുന്നില്ല. എങ്ങനെയുണ്ട്? അങ്ങനെയല്ല, അടിഭാഗം തുറക്കും. ഇതിൻ്റെല്ലോ ഇവര് എക്സ്ട്രാ സ്പൈസി പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല എരിവുണ്ട്. ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും സോസൊക്കെ ഇവർ ഇറക്കുമതി ചെയ്യുന്ന സോസുകളാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസസ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നല്ല എന്താ പറയുക, ഫ്രഷായിട്ട് സ്പൈസി ആയിട്ട് കഴിക്കാനുള്ളവർക്ക് ലാഷവർമ്മ. കിറ്റ്കാറ്റ് കുനാഫ. കിറ്റ്കാറ്റ് കുനാഫ. ഷുഗർ സിറപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിറ്റ്കാറ്റ് കുനാഫ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് അവർ ഗാർണിഷ് ചെയ്തിട്ടുള്ളതിൽ ഇത് കിറ്റ്കാറ്റ്, ഉള്ളിലും കിറ്റ്കാറ്റ് ഉണ്ട്. ഇവിടെ രണ്ടുകൊണ്ടും കൂടി തല്ലൂട്ടായി. എന്താണ് എന്താ പ്രശ്നം? നിക്ക്. എന്റെ ക്ഷമയില്ലാണ്ട് കിറ്റ്കാറ്റ് എടുത്ത് തിന്നു. ഹൗ ഡെയർ യു? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്ത് കിറ്റ്കാറ്റ് മാത്രം എടുത്ത് കഴിക്കണേ? ഇതാണെങ്കിൽ കിറ്റ്കാറ്റ് പോയി സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചാൽ പോരാ. കിറ്റ്കാറ്റ് മാത്രം. ഇത് നീ നോക്കിയ ഇത് ഞാൻ കട്ട് ചെയ്യാൻ ഇടുന്നു. മോൾ ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അറബിക് ഡെസേർട്ടാണ്. സ്മെല്ല് നല്ല അതെ കണ്ട, ഇതിൻ്റെ ഉൾവശം കണ്ട കിറ്റ്കാറ്റാണ്. ഇതിൻ്റെ ഉൾവശം കിറ്റ്കാറ്റ് എങ്ങനെ ഇരിക്കും? ഓക്കെ, കഴിച്ചോക്ക്. കണ്ണോണ്ട് ഉരുട്ടി കാണിച്ചിട്ട് എന്ത് റിവ്യൂ അത്? സൂപ്പർ. മധുരം എങ്ങനെയുണ്ട്? മീഡിയം ആണോ ഓവർ ആണോ? ഇല്ല, മീഡിയം ആണ്. അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മധുരമൊന്നുമല്ല, കറക്റ്റ്. കിറ്റ്കാറ്റിന്റെ മധുരം ഉണ്ടല്ലോ അതുകൊണ്ട്. ഇവിടെയാ എങ്ങനെയുണ്ട്? അതങ്ങനെ തന്നെ കിറ്റ്കാറ്റിന്റെ പീസില്ലേ, അത് വെച്ചിട്ട് കഴിക്കണം. വരാത്തത് എന്താണ്? ഒരെണ്ണം കഴിക്കാം, എന്നിട്ട് പറ്റായിട്ട് കിടന്നുറങ്ങാം. നീ കഴിക്കും. താഹക്ക് അധികം മധുരം കഴിക്കാത്ത കാരണം ഇത് ഞങ്ങൾ തന്നെ ഫിനിഷ് ചെയ്യണം. നിറച്ച് ക്രീമാണ്. ഈ നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ അവർ വേറെ ക്രീമും വെച്ചിട്ടുണ്ട് അല്ലേ? പ്രത്യേക ടേസ്റ്റ്. ഇതായിട്ട് കഴിക്കാത്ത സ്വീറ്റ് നന്നായിട്ടുണ്ട്. കഴിച്ച്
മധുരം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇപ്പൊ മധുരം ശരിക്കും അറിയണ്ട് അല്ലേ? ആദ്യം കഴിച്ചപ്പോ മധുരം ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പം മധുരം ഈ ഇവിടെ നിന്ന് നമ്മുടെ ഈ പക്കൽ ക്യാവിറ്റി ഇല്ല, അവിടെ സ്വീറ്റ് ശരിക്കും ഫീൽ ചെയ്യാം. കുത്തിപ്പറിച്ചിട്ടാണോ? ടേസ്റ്റ് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതുവരെ ഞാനിങ്ങനത്തെ സ്വീറ്റ് കഴിച്ചിട്ടില്ല. ക്രഞ്ചി ആയിട്ടുണ്ട്, മധുരം ഫുള്ളായിട്ട് ഇന്ന് കഴിക്കാൻ പറ്റും. സിറപ്പ് ഒഴിച്ച കാരനാവും. അതെങ്ങനെ അറിയാം? സിറപ്പ് എടുത്ത് നോക്കൂ. ഞാനിപ്പോ ബോധപ്പെടും. സിറപ്പ് ഒഴിച്ച കാരനല്ലേ? സിറപ്പ് ഒഴിക്കരുത് അത്ര അധികം, കുറച്ച് സിറപ്പ് ഒഴിച്ചാൽ മതി. നമ്മളൊരു നമ്മളാ ഒരു രസത്തിന് കുനാഫയിൽ അത്രയും സ്വീറ്റ് ഒഴിച്ചതാണ്. പക്ഷെ നന്നായിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി. അവസാനത്തെ ഈ ഒരു ബൈറ്റോട് കൂടി ഈ കലാപരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ്. ഇതെനിക്ക് വേണം. ഓക്കെ, എടുക്കൂ. ടാറ്റ, ബൈ ബൈ. ഇനി എൻ്റെ ബൈറ്റ്. ലാ ഷബർമീൻ ലാ കുനാഫി. ഒരെണ്ണം എന്താ പറയുക, എക്സ്ട്രീംലി നല്ല ഷബർമ, ഒരെണ്ണം എക്സ്ട്രീംലി നല്ല സ്വീറ്റ്. അടിപൊളി, നല്ല കോമ്പിനേഷനാണ്. പക്ഷെ കുനാഫ കഴിക്കണമെങ്കിൽ ഇത്തിരി കുറച്ച് പേരോടി വേണം. അല്ല, ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിക്കണത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. അതായത് സ്വീറ്റ്നെസ് വെറുതെ കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് ഷുഗർ സിറപ്പ് എടുത്തിട്ട് ഒഴിച്ച് കളയണം. അപ്പോൾ കുനാഫയുടെ ടേസ്റ്റ് മാറും. ഇതിപ്പോൾ കിറ്റ്കാറ്റ് കുനാഫയാണ്. സാധാരണ നമ്മളെല്ലായ്പ്പോഴും ക്ലാസിക് ചീസ് കുനാഫയാണ് ടേസ്റ്റിങ്ങിന് കാണിക്കാറ്. ഇതിന് വെറൈറ്റി ആയിട്ട് കിറ്റ്കാറ്റ് കുനാഫയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. അവിടെ ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ സൗണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ. മേശയാണ് കാണുന്നത്. എന്താ കോലം നോക്ക്. ആകെ 3 ഷബർമയും 2 ഫ്രഞ്ച് ഫ്രൈസും ഒരു കുനാഫയാണ് കഴിച്ചത്. ശരിക്കും നോക്കി ടിഷ്യൂ പേപ്പറിന്റെ എണ്ണങ്ങളാണ് കൂടുതൽ. അണ്ടർസ്റ്റാൻഡ്?